നമുക്ക് നല്ലൊരു ഷവർമ സാലഡ് ഉണ്ടാക്കാം. ഈ ഒരു സാലഡ് ഉണ്ടാക്കി വെച്ചാൽ നമുക്കിങ്ങനെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യം നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. തണുത്ത വെള്ളമൊന്നും ഒഴിക്കരുത്, പച്ച വെള്ളമൊന്നും ഒഴിക്കരുത്. അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച വെള്ളമാണ് നമ്മൾ ഈ ഒരു സാലഡിന് വേണ്ടിയിട്ട് എടുത്ത് ഉപയോഗിക്കേണ്ടത്. ആ വെള്ളമൊക്കെ തിളയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് ആവശ്യമുള്ള പച്ചക്കറികൾ എടുക്കാം. ഞാനിപ്പോൾ ദേ കുക്കുംബർ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ വേറൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്, അത് വഴിയേ പറയാമേ. അപ്പോൾ ഇത്രത്തോളം ക്യാരറ്റും കുക്കുംബറും ക്യാരറ്റ് എടുക്കുന്നുണ്ട്, കുക്കുംബർ ഇത്രത്തോളം എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അലിഞ്ഞു പോകുന്നത് കുക്കുംബറാണ്. ക്യാരറ്റൊക്കെ ഒരിച്ചിരി ഉറപ്പായിട്ട് കിടക്കും. അല്ലെങ്കിൽ തന്നെ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കഴിക്കാനൊക്കെ ക്യാരറ്റാണ്. അപ്പം ഈ ഒരു സാലഡ് ഉണ്ടല്ലോ, നമുക്ക് മന്തി റൈസിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും അതുപോലെ തന്നെ നമ്മൾ ഷവർമയൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റഫ്ഡ് ചപ്പാത്തിയോ അതൊക്കെ ഉണ്ടാക്കുമ്പം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പൊതുവേ പിള്ളേർക്ക് ഇങ്ങനത്തെ സാലഡിനോടൊരു ഇഷ്ടം കൂടുതലും കൊണ്ട് നമ്മളപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് തികയത്തുമില്ല, ഇച്ചിരിയേ കാണത്തുള്ളൂ, ഒന്നോ രണ്ടോ കഷ്ണമൊക്കെ കാണത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്ത ക്യാരറ്റ് നമുക്ക് ആദ്യം അതിൻ്റെ ചുവട് ഭാഗവും തലഭാഗവും ഒക്കെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ചുരണ്ടണേ. പീലർ ഉണ്ടെങ്കിൽ അത് വെച്ചെടുത്താലും മതി. ഇനി അതുപോലെ തന്നെ ഞാനിപ്പോൾ കുക്കുംബർ ഏകദേശം ഒരു കാൽഭാഗം എടുക്കുന്നുള്ളൂ. അത് നമുക്ക് സൈസ് എത്രത്തോളം വേണമെന്നുള്ളത് നോക്കിയിട്ട് മുറിച്ചെടുക്കാമേ. അതിൻ്റെയും ചുവട് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കഷ്ണം അരിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അവിയലിനൊക്കെ അരിയത്തില്ല നീളത്തിൽ, അതുപോലെയാണ്. അപ്പം ഇതിൻ്റെ നടുവിലുള്ള കുരു ഉണ്ടല്ലോ, അതും കൂടെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് എടുത്ത് കളയണം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുരു കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, കാരണം അത് ഭയങ്കര പൊട്ടല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സാധനം. ആ ഒരു സമയം കണ്ട് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനതങ്ങ് ഓഫ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് മാറ്റി വയ്ക്കുവാണ്. കാരണം അല്ലെങ്കിൽ ആ ഗ്യാസിൻ്റെ ചൂട് കൊണ്ട് പിന്നെയും ആ ഒരു ചൂട് അങ്ങനെ തന്നെ ഇരിക്കുമേ. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ ദേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ കുക്കുംബറും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പച്ചമുളകിൻ്റെ നെട്ട് കളഞ്ഞിട്ടില്ല, അതിങ്ങനെ തന്നെ ഇട്ടേക്കുവാണ്. ഏറ്റവും കൂടുതൽ കുറച്ച് പച്ചമുളകാണ് എടുക്കേണ്ടത്, കാരണം ഇതിന് വേറെ വലുതായിട്ട് എരിവും കാര്യങ്ങളും ഒന്നുമില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് മുറിച്ചെടുക്കാം. രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് നമ്മൾ അവിയലിന് അരിയുന്നത് പോലെയാണ് അരിയുന്നത്. പക്ഷേ അവിയലിന് അരിയുന്നതിന് കുറച്ചുകൂടി നേർത്തിട്ടാണ്, ഇത് കുറച്ചും കൂടി കട്ടിക്ക് വേണം നമ്മളിത് കട്ട് ചെയ്തിടാൻ. കാരണം ഇതെടുത്ത് കടിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ നല്ല നീളത്തിൽ നല്ല വൃത്തിക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണേ. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെല്ലേക്കാണ് സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി പച്ചമുളകിൻ്റെ ചുവട് ഭാഗം ഒരു പകുതി വരെ നമുക്കൊന്ന് നീളത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പപ്പടക്കുത്തി ഉണ്ടല്ലോ, അത് വെച്ചിങ്ങനെ 5-6 ഹോൾ ഇട്ടാലും മതി, അതിനുള്ളിൽ എരിവ് ഇറങ്ങണം, അതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാങ്ങയും കൂടി നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ പകുതി ഭാഗം മാങ്ങ കുറച്ചിടുമ്പം വിനാഗിരി നമുക്ക് കുറച്ച് ഒഴിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് പൊതുവേ ഞാൻ അച്ചാറിലൊന്നും അങ്ങനെ വിനാഗിരി യൂസ് ചെയ്യാറില്ല. ഇവിടെ അതിൻ്റെ ഒരു ഫ്ലേവർ ആർക്കും വലിയ ഇഷ്ടമല്ല. മാത്രമല്ല നമ്മൾ നോൺ വെജ് അച്ചാർ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ വിനാഗിരി എടുക്കുന്നത്. അത് നമുക്ക് എന്തായാലും എടുത്തേ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം ആ ഒരു പുളി കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാങ്ങയും കൂടി ചേർക്കുന്നത്. പക്ഷേ ഇതും കൂടി ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് കഴിയുമ്പം ഈ ഒരു വെള്ളം നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കുടിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. കാരണം ആ ഒരു മാങ്ങയുടെയൊക്കെ ഒരു ഫ്ലേവറും കൂടി ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ഞാനിതിപ്പം അറബിക് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പം അതിനും കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് നല്ല നീറ്റാക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ക്യാരറ്റുണ്ട്, കുക്കുംബറുണ്ട്, പച്ചമുളകുണ്ട്, പച്ച മാങ്ങയുണ്ട്, ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് ജാറാണ് എടുത്തേക്കുന്നത്. അപ്പം അടുപ്പിന് ചൂടുണ്ട്, പക്ഷേ ഞാൻ തടി ചപ്പാത്തി പലക വെച്ചേക്കുവാന്ന് വിചാരിക്കരുത്. അതിനടിയിലൊരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഇവിടെ നിന്ന് ചെയ്യുമ്പോഴാണ് എനിക്ക് നല്ല ഒരു വെട്ടം കിട്ടുന്നത്, അതുകൊണ്ടാണ് ലൈറ്റ് നന്നായിട്ട് കിട്ടുന്നത് ഇവിടെ വെച്ചിട്ട്. അപ്പം ഈ ഒരു ജാറിനകത്ത് ഒട്ടും തന്നെ വെള്ളമയം പാടില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടിഷ്യോ അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണിയോ വെച്ചൊന്ന് തുടച്ച് നീറ്റാക്കി എടുക്കണം.
ഇനി നമുക്ക് ലെയറായിട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ. ആദ്യമായിട്ട് നമ്മൾ ക്യാരറ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിന് മുകളിലേക്ക് കുക്കുംബർ ഇട്ട് കൊടുക്കുവാണ്. അതിങ്ങനെ ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. അതിന് മുകളിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ഒരു ടേസ്റ്റും ആ ഒരു എരിവും പുളിരസം എല്ലാം നന്നായിട്ട് ഇങ്ങനെ ബാലൻസ് ആയിട്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അതിന് മുകളിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്യണം. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, കുക്കുംബർ ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ചാനലിൽ കുറേ അച്ചാറിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എണ്ണയിൽ വറുത്തിട്ട് നാരങ്ങ അച്ചാർ ഇട്ടേക്കുന്നതാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു അച്ചാർ ഞാൻ ഇപ്പോഴും എടുത്ത് തുടങ്ങിയിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അരപ്പും ആ ഒരു നാരങ്ങ എല്ലാം കൂടി നല്ല സെറ്റായിട്ട് വരാനുണ്ട്. അത് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടുന്നു. ഒന്നരാഴ്ച കഴിയുമ്പോഴാണ്, ചീത്തയാകത്തൊന്നുമില്ല. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കഞ്ഞി കുടിക്കുമ്പോഴും പഴകഞ്ഞി കുടിക്കുമ്പോഴൊക്കെ. അങ്ങനെ നമ്മളിത് മൊത്തവും നിറച്ചിട്ടുണ്ട്. ജാറ് മൊത്തവും ഇതെല്ലാം കൂടി നന്നായിട്ട് നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക് കൂടുതൽ ഇടുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിയുമ്പം ഈ ഒരു പച്ചമുളക് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് വലിയ എരിവുള്ള മുളകൊന്നും അല്ല. കാന്താരിയൊന്നും വേണ്ട, ഈ പച്ചമുളക് ഇട്ടാൽ മതി. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാക്കി തിളപ്പിച്ച് വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഇളം ചൂടോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഒത്തിരി വിനാഗിരിയൊന്നും ചേർത്തിട്ടില്ല, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് മൊത്തവും ഇതേപോലെ നിറച്ച് കൊടുക്കണം. ഈ ഒരു വെള്ളം, ഈ വെള്ളത്തിന് ഭയങ്കര വെട്ടി തിളയ്ക്കുന്ന ചൂടൊന്നും അല്ല. നമ്മൾ കൈ കൊണ്ട് മുക്കിയാൽ കൈ പൊള്ളത്തില്ല, ആ ഒരു രീതിയിലുള്ള ഒരു ചൂടാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. പച്ചക്കറിയൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഉറപ്പായിട്ടും കഴിക്കേ. ഇനി നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് ഈ ജാറൊന്ന് അടച്ചതിന് ശേഷം തിരിച്ചും മറിച്ചും കേട്ടോ ഒന്ന് കുലുക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു ഉപ്പും പുളിയും എല്ലാം എല്ലാ സ്ഥലത്തും ബാലൻസ് ആവത്തുള്ളൂ. ഇനിയിപ്പോൾ ഇത് അടുത്ത ദിവസം തൊട്ട് തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. എല്ലാം നല്ല സെറ്റായിട്ടിരിക്കും. ഇരിക്കും തോറും ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.